ഹലോ. അതായത് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഏറെക്കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇടയ്ക്ക് കയറി വന്നതാണ്. അതായത് ഒരു 2017-18 ആ സമയത്ത് തുടങ്ങി ഞാൻ ഒരു 22 പടത്തിൽ അങ്ങനെ അഭിനയിക്കാനായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. പിന്നെ ഇപ്പം ഈ വനിതയിൽ വെച്ച് പല ഡയറക്ടേഴ്സിനും കാണാറുണ്ട്, നമ്പറും ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ ഇങ്ങനെ നമ്പർ ചോദിച്ച് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം തോന്നല്ല. കാരണം അത് അവരും വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യാനും കൂടി പോകല. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിന്നിപ്പോൾ എന്തായാലും വാങ്ങിച്ചു വെച്ച ഒരു 4-5 ഡയറക്ടേഴ്സിൻ്റെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അജയ് വാസുദേവൻ്റെ വരെ അജയ് വാസുദേവൻ്റെ നമ്പറല്ല, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ സ്റ്റാഫോ അങ്ങനെ എങ്ങോട്ട് ആരാണ്ടുണ്ട്, അവരുടെയൊക്കെ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടാ. അവർ ഡിസംബറിൽ പടം തുടങ്ങുമെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് നമ്പർ തന്നത്. പക്ഷേ ഞാൻ ഒരു 2-3 തവണ ഞാൻ ചോദിച്ചു തുടങ്ങാറായെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, തുടങ്ങാറായല്ലെന്നാണ്. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും ഞാൻ നോക്കല്ല, എല്ലാ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാം. ആകപ്പാടി കൂടി ഉണ്ടായിട്ടുള്ളത് ഉദയകൃഷ്ണയുടെ നമ്പറുണ്ട്, അത് മാത്രമേ ഞാൻ വയ്ക്കും. കാരണം ഇരിക്കട്ടെ. പിന്നെ ഈ 2016 സമയത്താണ് ഞാൻ 2016 അറിയില്ല, മറ്റേ എന്തായാലും ഈ മോഹൻലാലിൻ്റെ ഒരു വെളിപാണ്ട പുസ്തകം, ആ പടത്തിൻ്റെ സമയം അത് തുടങ്ങണേക്കാളും മുമ്പ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിൽ പോയി കണ്ട് ചാൻസ് ചോദിച്ചതാണ് ഞാൻ. വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ തരാമെന്നൊക്കെ പറഞ്ഞു. തരാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ആ ഓഫീസിൽ, അത് കല്ലൂർ അവിടെ കണ്ട ഒരു ഓഫീസുണ്ട്, അവിടെ കൊണ്ടുപോയി ഒരു ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു, ഫോട്ടോ കൊടുത്തു. ഒരു ശശിധരൻ എന്ന് പറഞ്ഞ ഒരാൾക്കാന്ന് തോന്നുന്നു, ഫോട്ടോ കൊടുത്തു. ആൾ വിളിക്കുകയും ചെയ്തു കേട്ടോ കൃത്യമായിട്ട്. അന്ന് ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കായിരുന്നു. അപ്പോൾ നൈറ്റ് ജോലി കാരണം അതും ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ ഇല്ലെന്ന് വെച്ചു. അവർ പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണമെന്ന്, ശനിയാഴ്ച വിളിച്ചിട്ട് തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണമെന്ന്. എനിക്ക് 2 ദിവസം കൂടി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ശരിയാവില്ല, നേരത്തെ തന്നെ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ ഒഴിവാക്കിയതാണ്. ഞാൻ അല്ലെങ്കിൽ അതിൽ കയറായിരുന്നു, ആ പടത്തിൽ കയറായിരുന്നു. അതിൽ കയറിയെങ്കിലും ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ടാവുമായിരുന്നു. കാരണം അത് ആ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും ഈ നമ്പറുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാം. കാരണം ഇനി അങ്ങനെ ഞാൻ വിളിച്ച് ചാൻസ് തെണ്ടി ഞാൻ നടക്കല്ല. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ ആരെങ്കിലും ധൈര്യമായിട്ട്. അതായത് ഞാൻ ഇപ്പോൾ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഞാൻ 2-3 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ബൈബിൾ കലോത്സവം, അത് പള്ളിയിലത്തെ സംഭവമാണ്. അങ്ങനത്തെ ഒരു 3-4 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഷോർട്ട് ഫിലിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് പോയിട്ടുണ്ട്. വലിയ തിരക്കേടിലുണ്ടെന്നെ കാട്ടണമുണ്ട്. അതൊക്കെ മതി നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി. എന്തായാലും ഞാൻ ഇനി ഈ പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യണം. അതായത് നമ്പറൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാം. ശരി.